ജനാധിപത്യവും മതേതരത്വവും ഒക്കെ പറയുന്ന കോൺഗ്രസ്, ഫാസിസത്തിനെതിരെ നിരന്തരം സംസാരിക്കുന്ന കോൺഗ്രസ്, സ്വാതന്ത്ര്യം കിട്ടി ആദ്യ കാലത്ത് തന്നെ, ആദ്യ പതിറ്റാണ്ടിനുള്ളിൽ തന്നെ ഒരു സംസ്ഥാന സർക്കാരിനെ നിഷ്കരുണം പിരിച്ചുവിട്ട് 356 വകുപ്പ് പ്രയോഗിച്ച് ക്രമസമാധാനം തകർന്നെന്ന പേരിൽ പിരിച്ചുവിട്ട് ചരിത്രം എഴുതിയ പാർട്ടിയാണ് കോൺഗ്രസ്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു. വലിയ സ്വാതന്ത്ര്യത്തിന്, വലിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ വലിയ വില നൽകുന്നയാളാണ് അദ്ദേഹം. പക്ഷേ അവർ നിരന്തരം പറയുന്നത് BJP ആണ് ഫാസിസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴിതാ BJPക്ക് അങ്ങനെ ഒരു അവസരം കൈവന്നിരിക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. 356 വകുപ്പ് പ്രയോഗിക്കേണ്ടി വരും ബംഗാളിൽ എന്നാണ് അവിടുത്തെ ഗവർണർ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. എന്താണ് സാർ ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബംഗാളിൽ സംഭവിക്കുന്നതൊക്കെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ 7 വട്ടം മമതാ സർക്കാരിനെ പുറത്താക്കിയതിന് സംശയമില്ല. ജവഹർലാൽ നെഹ്റുവാണ് ഭരിക്കുന്നതെങ്കിൽ പോലും അത് സംഭവിച്ചതിന്. BJP പക്ഷേ അവരുടെ ഒരു നയമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഈ 356 വകുപ്പ് പ്രയോഗിക്കരുതെന്നാണ്. ഒരു പക്ഷേ അവരാദ്യമായിട്ട് ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ അത് പ്രയോഗിക്കുക ബംഗാളിലായിരിക്കും. കാരണം അവിടെ ഭൂരിപക്ഷ മത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാൻ ഉള്ള അവകാശം ആ ഗവൺമെൻറ് നിഷേധിക്കുന്നു. ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല. മമതാ ബാനർജി അധികാരത്തിൽ വന്നതിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ തുടങ്ങി. സുരക്ഷിത ബോധമില്ലായ്മയിലാണ് ഹിന്ദുക്കൾ അവിടെ കഴിച്ചു കൂട്ടുന്നത്. ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു മമതയുടെ പാർട്ടിക്കാരൻ, തൃണമൂൽ കോൺഗ്രസിൻ്റെ ആൾ, തൻ്റെ ജില്ലയിലുള്ള എല്ലാ ഹിന്ദു സ്ത്രീകളെയും അവരുടെ ഭർത്താക്കന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണ്ടത്തെ മാടമ്പികളെപ്പോലെ തൻ്റെ വീട്ടിൽ കൊണ്ടുവരികയും തൻ്റെ ലൈംഗിക സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പട്ടാപ്പകലുകളിൽ ആരെയും പേടിക്കാതെ ഒരു ഷെയ്ക്കായിട്ട് തന്നെ അദ്ദേഹം ജനാധിപത്യത്തിലൂടെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ല, അതിൻ്റെ അധികാരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ല. എങ്ങട്ടും തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളായതുകൊണ്ട് അത്ര സ്വതന്ത്രമായിട്ട് ഒരു ഭീതിയുമില്ലാതെ അങ്ങനെ വാണരുളി അതിനെല്ലാവിധ ആശിസ്സുകളും കൊടുത്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് മമതാ ബാനർജിയാണ്. ഒരു സ്ത്രീ ആയിട്ട് പോലും അവിടുത്തെ സ്ത്രീകളെല്ലാം കൂടി കരഞ്ഞു വിളിച്ചുകൊണ്ട് തെരുവിലൂടെ പ്രകടനം നടത്തിയപ്പോൾ അവരെ കളിയാക്കുകയായിരുന്നു മമതാ ബാനർജി. അവരെ പോലീസിനെ വിട്ട് ഉപദ്രവിക്കുകയും ഇതെല്ലാം വ്യാജമാണെന്ന് പറയുകയും ചെയ്യുകയായിരുന്നു. ഓരോരോ ഭീകരാക്രമണം കാണിക്കുമ്പോഴും നമ്മൾ ഡോസിയേഴ്സ് കൊടുക്കുമ്പോൾ പാകിസ്ഥാൻ അതിൻ്റെ ഡെനിയൽ മോഡെന്ന് പറയുമല്ലോ, ഞങ്ങളല്ല, തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് പോലെ ഈ ക്രൂരയായ സ്ത്രീ തെളിവുകൾ സഹിതം രക്തരൂക്ഷിതമായിട്ടുള്ള ആ പരിപാടികളുടെ ചിത്രം സഹിതം കൊടുത്തിട്ടും ഇതൊന്നുമല്ല, ഇത് BJP ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് BJPയെ കുറ്റപ്പെടുത്തുന്ന ഒട്ടും യുക്തിസഹമല്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ സഹികെട്ട കോടതി ഇടപെട്ടിട്ടാണ് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തത്. അതുവരെ ചുണയുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യടാ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ബംഗാളിലെ തെരുവീഥകളിലൂടെ ഷെയ്ഖായിട്ട് വിലസി നടക്കുകയായിരുന്നു ഷാജഹാൻ ഷെയ്ഖ് എന്ന ഗുണ്ടയും അദ്ദേഹത്തിൻ്റെ അനുയായികളും. അങ്ങനെയുള്ള ഒരു ചരിത്രം നേരത്തെ തന്നെയുണ്ട്. അവിടെയാണ് മുർഷിദാബാദ് എന്ന് പറയുന്ന ഒരു അതിർത്തി ജില്ലയിലെ അവിടുത്തുകാരല്ലാത്ത ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്ന ആൾക്കാർ ഇന്ത്യൻ പാർലമെൻറ്റ് അതിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ടും അതിൻ്റെ അവകാശം നിലനിർത്തിക്കൊണ്ടും അവതരിപ്പിച്ച് പാസ്സാക്കിയ ഒരു ബില്ലിനെ എതിർത്തുകൊണ്ട് കുറേ ഹൂളിഗാൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കുറേ നിയമനിഷേധികൾ, അരാജകവാദികൾ, ക്രിമിനലുകൾ, അതെ, ക്രൂരമായിട്ട് ഹിന്ദുക്കളെ വെല്ലുവിളിച്ചുകൊണ്ടും അക്രമാസക്തമായ ഹിംസാത്മകമായ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷയോടും കൂടി അവിടെ പ്രകടനം നടത്തുന്നത് നമ്മൾ കണ്ടു. അവരുടെ വേഷവിധാനങ്ങൾ കൊണ്ടും താടിയുടെ ക്രമീകരണം കൊണ്ടും അവർ ഇന്ത്യക്കാരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ ആ ജില്ലയിലെ 2 പാവപ്പെട്ട ഹിന്ദുക്കളായിട്ടുള്ള ഹർ ഗോവിന്ദദാസ് അതുപോലെ തന്നെ ചന്ദൻ ദാസ് എന്നിവരെ വീടുകളിൽ നിന്ന് പിടിച്ചിറക്കി ആ നിരപരാധികളെ കൊന്നു. അവരേതെങ്കിലും തെറ്റ് ചെയ്തതായിട്ട്
ഒരു ക്രിമിനൽ പോലീസ് റെക്കോർഡുകളുമില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഗവർണർ പോകാൻ ശ്രമിച്ചപ്പോൾ പോകരുതെന്ന് ഭീഷണിപ്പെടുത്തി ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ. അതേ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പോയി. അവരെ അറിയാം ഇത് തിരിച്ചടിയാവുമെന്ന് ഭയന്ന് വോട്ട് തിരിച്ചെടുക്കാൻ, ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ വോട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ചന്ദൻദാസിൻ്റെയും ഹർഗോവിന്ദദാസിൻ്റെയും കുടുംബാംഗങ്ങൾ പേടിച്ചായിരിക്കണം ഒരുപക്ഷെ. താടകയെപ്പോലുള്ള ആര് വരുമ്പോൾ അവർക്കൊരു പേടിയുണ്ടാവുമല്ലോ. ഇത്ര ക്രൂരയായിട്ടുള്ളൊരു സ്ത്രീ വരുമ്പോൾ. മറുത എന്നാണ് നമ്മുടെ വ്യൂവേഴ്സ് ഈ മമതയെ വിശേഷിപ്പിക്കുന്നത്. മറുതയെ കണ്ടാൽ സാധാരണക്കാർക്ക് പേടി വരുമല്ലോ. അങ്ങനെ പേടിച്ച് വീട്ടിനുള്ളിൽ ഒളിച്ചിരുന്നപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് അത് BJP ആഹ്വാനം ചെയ്ത കലാപമാണ്. എന്തെങ്കിലും തെളിവ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ? ഉത്തരവാദിത്തമുള്ള ഒരു മുഖ്യമന്ത്രിയല്ലേ? അതിൽ പ്രതിഷേധിച്ച BJP ആണ് അത് ആസൂത്രണം ചെയ്തതെന്ന് പറയുക. എല്ലാം കൊണ്ട് ബ്ലെയിം ഇറ്റ് ഓൺ BJP. തീർന്നു അവരുടെ ഉത്തരവാദിത്തം. ഈ കൊല്ലപ്പെട്ട രണ്ടുപേരും CPM-കാരാണ്, DYFIയുടെ പ്രവർത്തകരാണെന്നും പറഞ്ഞു. മകൻ ചെറുപ്പമാണ്, അച്ഛൻ വൃദ്ധനാണ്. അതെ, പക്ഷേ അത് CPM കുടുംബമാണ്, CPM-കാരാണ് അവർ. CPM അനുഭാവികളെയാണ് കൊന്നത്. അപ്പോൾ ഗൂഢോദ്ദേശത്തോടുകൂടി CPM-ൻ്റെ കഴുത്തറക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്നിട്ട് CPM-ന് യാതൊരു പരാതിയില്ല. അവർ ഹിന്ദുക്കളായി പോയതുകൊണ്ട് ചത്താക്കൊല്ല. അവർ ഈ CPM-ൻ്റെ അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ഈ വീട് സന്ദർശിച്ചിട്ട് ഇവരെ ആശ്വസിപ്പിച്ചിട്ട് നേരെ പോയത് ഈ കലാപകാരികളായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ ചേർന്ന് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവരെ വെറുതെ കൊന്നതാണ്. ഇവർ CPM-കാരാണ്. അപ്പോൾ ഒരിക്കലും ഇവർ വഖഫ് ബില്ലിനെ അനുകൂലിക്കില്ല. എന്നിട്ടും കൊന്നു, എന്നിട്ടും പാഠം പഠിക്കുന്നില്ല. ഈ മുഹമ്മദ് സലീമിനെയാണ് ജനറൽ സെക്രട്ടറി, CPM ജനറൽ സെക്രട്ടറി ആയിട്ട് മധുര കോൺഗ്രസ്സിൽ സജസ്റ്റ് ചെയ്തിരുന്നത്. MA ബേബി, അത് ഇദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് MA ബേബി ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നത്. അല്ല, അത് മൊത്തത്തിൽ CPM-ന്റെ നയം അതാണ് സാർ. അവർ കൊല്ലപ്പെട്ടാലും അവർ വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിക്കും, എതിർക്കും. അവരെ എതിർത്തും. അപ്പോൾ ഇത് ഞാൻ അവരെ അതെതിർത്തോട്ടെ, ആ ബില്ലിനെ എതിർത്തോട്ടെ, BJP-യെ എതിർത്തോട്ടെ, ഹിന്ദുക്കളെ എതിർത്തോട്ടെ, പക്ഷേ ഈ കൊല്ലപ്പെട്ട പാവങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കണ്ടേ? ഇതുവരെ സംസാരിച്ച് കേട്ടിട്ടുണ്ടോ? CPM-ന് ഒരു പ്രശ്നമല്ല. മറ്റെവിടെയും ഏതെങ്കിലും ഒരാൾ കൊല്ലപ്പെടുമ്പോൾ അത് ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിന്, ഒരു ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ ഒരു സിഖുകാരൻ അല്ലെങ്കിൽ ഒരു പാഴ്സി കൊല്ലപ്പെട്ടാൽ അവർക്കൊരു പ്രശ്നവുമില്ല. ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആളുകൾ വന്നു കഴിയുമ്പോൾ അതൊരു ദേശീയ പ്രക്ഷോഭമാക്കി മാറ്റുന്ന പാർട്ടിയാണ് CPM. അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും കേറ്റർ ചെയ്യുന്നതും ടാർഗറ്റ് ചെയ്യുന്നതും ഒരൊറ്റ മതവിഭാഗത്തെ മാത്രമാണ് എന്ന് അവരുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും ശരിയാം വിധം തെളിയിക്കുന്നുണ്ട്. ആ ഒരു ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ 16 കഷ്ണങ്ങളായി വിഭജിക്കണമെന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരകാലത്ത് ആവശ്യപ്പെട്ടത്. അതുപോലെ ടുക്കടെ ആക്കാനാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ആ വിധത്തിലാണ് നമ്മളെ അത് ചിന്തിപ്പിക്കുന്നത്. ഇപ്പം മമത ഈ പറഞ്ഞതുപോലെ അവിടെ ഈ മരിച്ചവർക്ക് നഷ്ടപരിഹാരം, കലാപത്തിനിരയായ ഏതാണ്ട് 400 കുടുംബങ്ങൾ അവിടുന്ന് പലായനം ചെയ്തിട്ടുണ്ട്. അവരാരും തിരിച്ചു വന്നിട്ടില്ല. അവരെ പുനരധിവസിപ്പിക്കാനല്ല സർക്കാരിന് താല്പര്യം. ഈ മരിച്ചുപോയവർക്കടക്കം നഷ്ടപരിഹാരം കൊടുക്കാനാണ് അവിടെ ചെന്നത്. പക്ഷേ ജനങ്ങളല്ല അത് കൂട്ടത്തോടെ ബഹിഷ്കരിച്ചു. അതല്ലല്ലോ ജീവനും സ്വത്തിനും പ്രൊട്ടക്ഷൻ നടത്തുന്നൊരു മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. 400 കുടുംബങ്ങൾ അവിടെ വിട്ടുപോയിട്ടുള്ളത് അവരുടെ ജീവന് ഭീഷണിയുള്ളതുകൊണ്ടാണ്, സുരക്ഷാ ഭീഷണിയുള്ളതുകൊണ്ടാണ്. അവരെ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വൻ തോൽവിയാണ്. സ്ഥാനത്തിരിക്കാൻ യോഗ്യത. നാണമുണ്ടെങ്കിൽ അവർ അധികാരത്തിൽ നിന്ന് പോകണം. നാണമില്ലെങ്കിൽ BJP ഇനിയും ഇവിടെ നിരപരാധികളുടെ രക്തം ചൊരിയാതിരിക്കാൻ അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. പഹൽഗാം ഭീകരരെ പോലെ, അവരുടെ തോക്കിനിരയാവരെ പോലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഹിന്ദുക്കൾ കഴിയണമെന്ന് പറയുന്നത്, അങ്ങനെ വിചാരിക്കുന്നത് ക്രൂരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധതയാണ്, മതേതര വിരുദ്ധതയുമാണ്. അപ്പം മതേതരത്വത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ, ഭരണഘടനയുടെ പേര് പറയുന്നവർ ഇതിന് സമാധാനം പറയണം. എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുന്നില്ല? അവർക്ക് സ്വന്തം വീടുകൾ ജീവിക്കാം. അവിടെ സർ സ്ഥിതിഗതികൾ വളരെ സങ്കീർണമായപ്പോൾ ഗവർണർ ഇടപെടുകയും മമതയോട് ആക്ഷൻ എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ടും അവിടെ സമാധാനം ഉണ്ടായില്ല. അവസാനം BJP നേതാക്കൾ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ നിന്ന് അതിർത്തി രക്ഷാസേന വന്നതിന് ശേഷമാണ് ഇവരെ തുരുത്തി ഓടിച്ച് ഈ കലാപത്തിന് ശമനമുണ്ടാക്കിയത്. അവിടെ
അതാണ് അവിടുത്തെ സാഹചര്യം. ഇനിയും എന്തിനാണ് ഈ 356 വകുപ്പ് പ്രയോഗിക്കാൻ കേന്ദ്ര സർക്കാർ മടിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നോക്കൂ പ്രശാന്ത്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ മത വിഭാഗത്തിൽ പെടുന്ന ആൾക്ക് ഇതുപോലെ അഭയാർത്ഥിയായിട്ട് മറ്റെവിടെയെങ്കിലും മാറി താമസിക്കേണ്ട വന്ന കാഴ്ചയുണ്ടോ? ഇന്ത്യയിൽ കുടിയേറി വന്ന ഇന്ത്യക്കാരല്ലാത്ത ബംഗ്ലാദേശികൾക്ക് പോലും ഇങ്ങനെ മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഈ രാജ്യത്ത് 4000 വർഷത്തിലേറെയായി അതിജീവിച്ചു പോരുന്ന ഹിന്ദുക്കൾക്ക് സ്വന്തം വീടുകളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പോൾ അത് എന്തൊരു ക്രൂരമായ ഭരണമാണ് അവിടെ നടക്കുന്നത്. ഹിന്ദുക്കളായതുകൊണ്ട് എന്തുമാകാമെന്നാണോ? ഉത്തരം പറയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.